properties of determinants. നമുക്കിവിടെ ഡിറ്റർമിനൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. ഫസ്റ്റ് വൺ, the value of the determinant remains unchanged if its rows and columns are interchanged. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ, അതായത് മാട്രിക്സ് ഫോമിലിടുന്ന ഡിറ്റർമിനൻറ്റ്, റോസും കോളംസും ആയിട്ടിടുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ, ഒരു സിംഗിൾ വാല്യൂ കിട്ടുക, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ വാല്യൂ കിട്ടുമെന്ന് നമുക്കറിയാം. അതിൻ്റെ വാല്യൂ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂവും സെയിം ആയിരിക്കും. അതായത് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റ്, റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ ഒരു മെട്രിക്സ് എന്തായിട്ട് മാറും? അതിൻ്റെ ട്രാൻസ്പോസായിട്ട് മാറും. ഇപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. That is, if delta is equal to, ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം: A1 B1 C1 A2 B2 C2 A3 B3 C3. ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഡിറ്റർമിനൻറ്റ്, അതിന് ഞാൻ ഡെൽറ്റ ഡാഷ് എന്ന് പേര് കൊടുത്തു. റോസും കോളംസ്, അതായത് ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആയിട്ട് മാറും. A1 A2 A3 B1 B2 B3 C1 C2 C3. ഇപ്പോൾ കിട്ടിയ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഇതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഹിയർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡാഷ്. ഇപ്പോൾ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവും അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂ സെയിം ആയിരിക്കും. നമുക്ക് അത് ആർഗ്യുമെൻ്റ് ചെയ്ത് തന്നെ യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് റോ ഉപയോഗിച്ച് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ കിട്ടും. അതിന് പകരം ഫസ്റ്റ് കോളം യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാമെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഏത് റോ യൂസ് ചെയ്തും ഏത് കോളം യൂസ് ചെയ്തും നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാം. ഫസ്റ്റ് കോളം യൂസ് ചെയ്യുമ്പോൾ അതേ പൊസിഷൻ തന്നെയാണ്. ഫസ്റ്റ് പൊസിഷൻ 1 1 ആണ്, അതായത് -1 + 1 ആണ്, ഈവൻ പൊസിഷനാണ്. അപ്പോൾ അത് പ്ലസ് A1 തുടങ്ങേണ്ടത്. ഇവിടെയും +A1 തന്നെയാണ്. പിന്നീട് ഇവിടെ -B1 + C2. ഇവിടെ അതേപോലെ A+A1 -B1 + C1. ബാക്കിയെല്ലാം ഇതേപോലെ അതേ പൊസിഷൻ്റെ അതേ 2/2 ഡിറ്റർമിനൻസ് തന്നെയാണ് പിന്നീട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടിൻ്റെയും ഡിറ്റർമിനൻ്റ് നമുക്ക് സെയിം ആണെന്ന് മനസ്സിലാവും. ഇത് എക്സ്പാൻഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരേ വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡാഷ്. അതായത് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇഫ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂന് മാറ്റം ഉണ്ടാവില്ല, ഇതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യും. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി, if any two rows or columns are interchanged, the sign of the determinant changes. അതായത് ഒരു ഡിറ്റർമിനൻ്റ്, ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് A1 B1 C1 A2 B2 C2 A3 B3 C3. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ രണ്ട് റോസ് അല്ലെങ്കിൽ രണ്ട് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ, ഇപ്പോൾ രണ്ട് റോസും രണ്ട് കോളംസ്, ഇപ്പോൾ ആദ്യത്തെ രണ്ട് റോസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, പുതിയൊരു ഡിറ്റർമിനൻ്റ് കിട്ടി. ദറ്റ് ഈസ് A2 B2 C2. സെക്കൻഡ് റോ എടുത്ത് ഫസ്റ്റ് റോ ആക്കി, ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആയിട്ട് മാറ്റുന്നു. തേർഡ് റോയ്ക്ക് മാറ്റമില്ല. ഇപ്പോൾ കിട്ടിയ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ ഇതിൻ്റെ വാല്യൂയും തമ്മിൽ ഒരു സൈന് വ്യത്യാസം വരും. അതായത് ഇത് പോസിറ്റീവ്, ഇത് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ -x ആയിരിക്കും. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആർഗ്യുമെൻ്റ് തന്നെ യൂസ് ചെയ്യാം. A1 B1 C1 യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന ഡിറ്റർമിനൻ്റാണിത്. ഇവിടെ ആ
ഫസ്റ്റ് റോ എടുത്ത് സെക്കൻഡ് റോയ്ക്ക് മാറ്റി. നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ സെക്കൻഡ് റോ യൂസ് ചെയ്ത് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും? A1 തുടങ്ങേണ്ടത്. A1ൻ്റെ പൊസിഷൻ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലിമെൻറ്റ് -1/2 ആണ്, -1 ക്യൂബാണ്, -1 ആണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഓഡ് പൊസിഷനാണ്, മൈനസാണ്. അപ്പോൾ -A1 ഇൻറ്റു അതിൽപ്പെടുന്ന റോയും കോളം മാറ്റി ഡിറ്റർമിനൻ്റ് B2 C2 B3 C3. പക്ഷേ ഇവിടെ +A1 തുടങ്ങുന്നത്, ഇവിടെ -A1 തുടങ്ങും. അടുത്തത് +B1 ദെൻ -C1. ഇവിടെ A1 B1 C1ൻ്റെ സൈൻ്റെ ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മൈനസ് കോമൺ എടുത്താൽ ഡെൽറ്റ കിട്ടും. ബാക്കി ദറ്റ് ഈസ് ഡെൽറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു -ഡെൽറ്റ എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് റോ യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് റോ യൂസ് ചെയ്ത് ചെയ്താലും നിങ്ങളുടെ എക്സ്പാൻഷൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈനായിട്ട് വരും. എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സെക്കൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈനായിരിക്കും. നമുക്ക് ഈ സെക്കൻഡ് റോ യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലാവും. സെക്കൻഡ് റോയിൽ മൈനസിലാണ് തുടങ്ങേണ്ടത്, ഇവിടെ പ്ലസിൽ തുടങ്ങും. ഫസ്റ്റ് റോ യൂസ് ചെയ്യുമ്പോൾ പ്ലസിൽ തുടങ്ങും. മൈനസ് പ്ലസ് മൈനസ്. അപ്പോൾ മൈനസ് ഓഫ് ദിസ് ഡെൽറ്റ ഡാഷ്. ദറ്റ് ഈസ് ഇഫ് എനി 2 റോസ് ഓർ കോളംസ്, ഇതേപോലെ നമുക്ക് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്താലും ഇതേപോലെ മൈനസ് തന്നെ കിട്ടും, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും കിട്ടുന്നത്. ഇഫ് എനി 2 റോസ് ഓർ കോളംസ് ആർ ഇൻ്റർചേഞ്ച്, സൈൻ ഓഫ് determinant changes. Okay. Then third one. If any 2 rows or columns are identical, of a determinant are identical, then the value of the determinant is 0. അതായത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു A1 B1 C1. സെക്കൻഡ് റോയും A1 B1 C1. തേർഡ് റോ A3 B3 C3. ഈ രണ്ട് റോസ്, ഫസ്റ്റ് 2 റോസ് ഐഡൻറ്റിക്കലാണെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. 2 റോസ് അല്ലെങ്കിൽ 2 കോളംസ് ഐഡൻറ്റിക്കലായാൽ, ഏത് 2 റോയും ഫസ്റ്റും സെക്കൻഡും ആവണമെന്നില്ല, ഫസ്റ്റും തേർഡും ആയാലും മതി, സെക്കൻഡും തേർഡും ആയാലും മതി. 2 റോസ് ഐഡൻറ്റിക്കലാണെങ്കിൽ, ഏതെങ്കിലും 2 റോസ് ഐഡൻറ്റിക്കലായാൽ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. ഇത് നമുക്ക് കഴിഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യാം. കഴിഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിനെ നമുക്ക് ആദ്യത്തെ 2 റോസ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു. R1നെ R2 ആക്കി, R2 R1 ആക്കുന്നു. അപ്പോൾ പുതിയ ഡെൽറ്റ ഡാഷ്. ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആക്കി, സെക്കൻഡ് ഫസ്റ്റ് ആക്കി. A1 B1 C1. സെക്കൻഡ് എടുത്ത് ഫസ്റ്റ് റോയിൽ ഇട്ടു. ഫസ്റ്റ് റോ A1 B1 C1. തേർഡ് റോയ്ക്ക് മാറ്റമില്ല, A3 B3 C3. അപ്പോൾ ഇവിടെ ചെയ്തത് സെക്കൻഡും ഫസ്റ്റും റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇപ്പോൾ കിട്ടിയ ഡിറ്റർമിനൻ്റ്, ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. കഴിഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് 2 റോസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്നത് ആദ്യത്തെ ഡിറ്റർമിനൻ്റ് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ദറ്റ് ഈസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ -ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിൻ്റെ വാല്യൂ -ഡെൽറ്റ ആയിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഇനി നമുക്കറിയാം ഇത് ഏത് ഡിറ്റർമിനൻ്റ് തന്നെയാണ്? ഡെൽറ്റ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഡെൽറ്റ തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് ഇത് ഡെൽറ്റ തന്നെയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു -ഡെൽറ്റ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു -ഡെൽറ്റ എന്ന് കിട്ടി. നമുക്കറിയാം ഡെൽറ്റ -ഡെൽറ്റയ്ക്ക് ഈക്വൽ ആവുന്നു. -ഡെൽറ്റ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ഈക്വൽ ടു 0. 2 ഡെൽറ്റ 0. therefore ഡെൽറ്റ 0. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. അതായത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. ഇപ്പോൾ 2 റോസ്, ഇതുപോലെ നമുക്ക് 2 റോസ് അല്ലെങ്കിൽ 2 കോളംസ് ഐഡൻറ്റിക്കലാണെങ്കിലും ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, ഡെൽറ്റ 0 ആയിരിക്കും. If 2 rows or columns of a determinant are identical, then the value of determinant is 0. Then, fourth one. Fourth property പറയുന്നത് എന്താണെന്ന് നോക്കി. If each element of a row
or column of a determinant is multiplied by a constant k, then its value get multiplied by k. അതായത് ഡെൽറ്റ ഇസ് ഇക്വൽ ടു A1, B1, C1, A2, B2, C2, A3, B3, C3. ഈ ഡിറ്റർമിനൻ്റ് ഏതെങ്കിലും ഒരു റോയെ അല്ലെങ്കിൽ കോളത്തിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പോൾ ഒരു പുതിയ ഡിറ്റർമിനൻ്റ് കിട്ടി ഡെൽറ്റ ഡാഷ് ഇസ് കെ A1, കെ B1, കെ C1. സെക്കൻഡ് റോയ്ക്ക് മാറ്റമില്ല. ഇപ്പോൾ കിട്ടിയ ഡിറ്റർമിനൻ്റ്, അതായത് ഫസ്റ്റ് റോയെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂവിൻ്റെ കെ ടൈംസ് ആയിരിക്കും. അതായത് കെ കൊണ്ട് ഒരു റോയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോയെ അല്ലെങ്കിൽ ഒരു കോളത്തിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ വാല്യൂ ഡിറ്റർമിനൻ്റ് വാല്യൂ കെ ടൈംസ് ആയിരിക്കും. ദിസ് ഈക്വൽ ടു കെ ടൈംസ് ഡെൽറ്റ ആയിരിക്കും. നമുക്കറിയാം ഇതിൻ്റെ എക്സ്പാൻഷനിൽ ഇവിടെ ഫസ്റ്റ് റോ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്താൽ കെ A1 ഇൻറ്റു ബാക്കി ഡിറ്റർമിനൻ്റ് B2C3 മൈനസ് B3C2 മൈനസ് കെ B1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് പ്ലസ് കെ C1. അപ്പോൾ അവിടെ എല്ലാം കെ ഒരു കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ കെ ഇൻറ്റു ബാക്കി ഇത് തന്നെയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് കെ ഡെൽറ്റ. ഡെൽറ്റ ഡാഷ് ഇസ് ഇക്വൽ ടു ഒരു റോയെ അല്ലെങ്കിൽ ഒരു കോളത്തിനെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കെ ടൈംസ് ദാറ്റ് ഡിറ്റർമിനൻ്റ് ആവും. പക്ഷേ മെട്രിക്സിൽ എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഒരു മെട്രിക്സിലെ എല്ലാ എലിമെൻസിനെയും കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം കെ ടൈംസ് ദാറ്റ് മെട്രിക്സ്. ഇപ്പോൾ എന്നൊരു മെട്രിക്സിൻ്റെ എല്ലാ എലിമെൻസിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ കെ ടൈംസ് ദാറ്റ് മെട്രിക്സ് വരികയുള്ളൂ. ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ കോളത്തിനെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കെ ടൈംസ് ദാറ്റ് ഡിറ്റർമിനൻ്റ് ആവും. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒരു റോയിൽ അല്ലെങ്കിൽ ഒരു കോളത്തിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഡിറ്റർമിനൻ്റ് ഔട്ട്സൈഡ് എടുക്കുക, വെളിയിലെടുക്കുക. അതായത് ഇവിടെ നമുക്ക് K1, KB1, KC1 ഉണ്ടെങ്കിൽ കെ ടൈംസ് ദിസ് ഡെൽറ്റ, കെ ടൈംസ് ഡിറ്റർമിനൻ്റ് A1, B1, C1, A2, B2, C2, A3, B3, C3 എന്ന് എഴുതാം. ഓക്കെ, ഈ 4 പ്രോപ്പർട്ടീസ്. ഇനി 2 പ്രോപ്പർട്ടീസ് കൂടിയുണ്ട്, അതുകൂടി നോക്കാം. ഫിഫ്ത്ത് വൺ, if some or all elements of a row or column of a determinant are expressed as the sum of 2 or more terms, then the determinant can be expressed as the sum of 2 or more determinants. അതായത് ഒരു ഡിറ്റർമിനൻറ്റിലെ ഒരു റോയിലെ എല്ലാ എലിമെൻസിനെയോ അല്ലെങ്കിൽ കുറച്ച് എലിമെൻസിനെയോ 2 നമ്പേഴ്സിൻ്റെ വീതം സമ്മായിട്ട്, 2ഓ അതിലധികമോ നമ്പേഴ്സിൻ്റെ വീതം സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിനെ തന്നെ നമുക്ക് 2ഓ അതിലധികമോ ഡിറ്റർമിനൻസിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. ദറ്റ് ഈസ് ഡെൽറ്റ എന്നുള്ള ഒരു ഡിറ്റർമിനൻറ്റ്, ദറ്റ് ഈസ് A1 പ്ലസ് ലാംഡ 1 ഫസ്റ്റ് എലിമെൻറ്റ്, സെക്കൻഡ് എലിമെൻറ്റ് A2 പ്ലസ് ലാംഡ 2, ഫസ്റ്റ് റോയിലെ തേർഡ് എലിമെൻറ്റ് A3 പ്ലസ് ലാംഡ 3, സെക്കൻഡ് റോ B1, B2, B3, C1, C2, C3. ഇങ്ങനെയാണെങ്കിൽ അതായത് ഈ ഫസ്റ്റ് റോയെ 2 എലിമെൻസിൻ്റെ വീതം സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. എല്ലാ എലിമെൻസിനും വേണമെന്നില്ല. ഈ തേർഡ് എലിമെൻറ്റ് A3 മാത്രമായാലും പ്രശ്നമില്ല. സെക്കൻഡ് എലിമെൻറ്റ് ഒന്നോ അതിലധികമോ എലിമെൻസിനെ നമുക്കിങ്ങനെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ 2 എലിമെൻസിൻ്റെ സമയം ലാംഡ 1 പ്ലസ് മറ്റൊരെണ്ണം μ1 എങ്ങനെ എഴുതിയാലും, ഇങ്ങനെ എഴുതിയാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. A1 ഡിറ്റർമിനൻ്റ് A1, A2, A3, B1, B2, B3, C1, C2, C3 പ്ലസ് ഡിറ്റർമിനൻ്റ്
λ1, λ2, λ3, b1, b2, b3, c1, c2, c3. ഇങ്ങനെ നമുക്ക് രണ്ട് ഡിറ്റർമിനൻസിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഇതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഇപ്പോൾ ഇവിടെ a1 പ്ലസ് λ1 പ്ലസ് μ1, a2 പ്ലസ് λ2 പ്ലസ് μ2, a3 പ്ലസ് λ3 പ്ലസ് μ3 ആണെങ്കിൽ നമുക്ക് ഇതേപോലെ മൂന്ന് ഡിറ്റർമിനൻസിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ബാക്കിയുള്ള എലിമെൻറ്റ്സ്, ബാക്കിയുള്ള റോസ് അതുപോലെ എഴുതിയിരിക്കണം രണ്ട് ഡിറ്റർമിനൻറ്റിലും. ഇവിടെ രണ്ടിടത്തും അതുപോലെ എഴുതിയിരിക്കുകയാണ്. മറ്റേത് മൂന്നെണ്ണമാണെങ്കിൽ മൂന്ന് ഡിറ്റർമിനൻറ്റിലും ഈ ബാക്കി രണ്ട് റോസ് അതുപോലെ എഴുതിയിരിക്കണം. ഇപ്പോൾ രണ്ടിലും ഒരു റോയിലെ അല്ലെങ്കിൽ ഒരു കോളത്തിന് ഏത് റോ വേണമെങ്കിലും ഏത് കോളം ആണെങ്കിലും ഇതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിനെ അത്രയും ഡിറ്റർമിനൻസിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ പ്രൂവ് ചെയ്യാം. a1 പ്ലസ് λ1 ഇൻറ്റു ബാക്കിയുള്ള ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ് മൈനസ് ഇത് കഴിഞ്ഞ് മൈനസാണ് a2 പ്ലസ് λ2 ബാക്കി മാറ്റി എക്സ്പാൻഡ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ തന്നെ നമുക്ക് രണ്ട് ബ്രാക്കറ്റ് മാറ്റിയാൽ ഇങ്ങനെ രണ്ട് ഡിറ്റർമിനൻറ്റിനെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്താൽ അതിൻ്റെ വാല്യൂ തന്നെയായിരിക്കും ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, ഇതറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് പറയാം, ഇതേപോലെ രണ്ട് ഡിറ്റർമിനൻറ്റ് കിട്ടിയാൽ അതിൻ്റെ സമ്മ് കിടന്നാൽ, അതായത് രണ്ട് റോസ് ഐഡൻറ്റിക്കലാണ്, മൂന്നാമത്തെ റോ ഡിഫറൻ്റ് ആണ്. അങ്ങനെ വന്നാൽ നമുക്ക് ഈ ഐഡൻറ്റിക്കൽ റോസ് അതുപോലെ എഴുതാം, മൂന്നാമത്തെ റോ തമ്മിൽ ആഡ് ചെയ്തെഴുതാം, കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ആഡ് ചെയ്തെഴുതാം. ഇത് സെക്കൻഡും തേർഡും റോസ് തന്നെ വേണമെന്നില്ല. ഏത് രണ്ട് റോസ് ഐഡൻറ്റിക്കലാണെങ്കിലും അല്ലെങ്കിൽ ഏത് കോളംസ് രണ്ടെണ്ണം ഐഡൻറ്റിക്കലാണെങ്കിലും രണ്ട് 3/3 ഡിറ്റർമിനൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അതുപോലെ ഇട്ട് ആഡ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് ഫോമിൽ തന്നെ, മെട്രിക്സ് ഫോമിൽ, റോ കോളം ഫോമിൽ തന്നെ ഇട്ട് ആഡ് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും b1, b2, b3, c1, b1, b2, b3 അതുപോലെ എഴുതി, c1, c2, c3 അതുപോലെ എഴുതി. ഈ മൂന്നാമത്തെ സിമിലർ അല്ലാത്ത രണ്ട് റോസ് തമ്മിൽ ആഡ് ചെയ്യുന്നു, കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ആഡ് ചെയ്ത് എഴുതും. ഇതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ദെൻ 6th one. If to each element of any row or column of a determinant, the equimultiples of corresponding elements of other row or column are added, the value of determinant remains the same. അതായത് ഒരു ഡിറ്റർമിനൻറ്റിലെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു a1 b1 c1, a2 b2 c2, a3 b3 c3. ഈ ഡിറ്റർമിനൻറ്റിലെ ഏതെങ്കിലും ഒരു റോയുടെ കൂടെ മറ്റൊരു റോയുടെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ കൂടെ മറ്റൊരു കോളത്തിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആഡ് ചെയ്താലും ഡിറ്റർമിനൻ്റ് വാല്യൂവിന് ചേഞ്ച് വരില്ല. അതായത് ഇവിടെ ഒരു റൂൾ എഴുതിയിരിക്കുന്ന Ri ചേഞ്ചസ് ടു Ri പ്ലസ് കെ ആർ ജെ. ith റോയെ എങ്ങനെയായിട്ട് മാറ്റണം? ith റോ പ്ലസ് കെ ടൈംസ് jth റോ. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഇവിടെ നമുക്ക് ഫസ്റ്റ് റോയെ R1 ചേഞ്ചസ് ടു R1 പ്ലസ് കെ R3 എന്നെഴുതിയാലും ഡിറ്റർമിൻ്റ് അതിപ്പോൾ കിട്ടുന്ന ഡിറ്റർമിൻ്റ് ഡെൽറ്റ തന്നെയായിരിക്കും. മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കി, a1 പ്ലസ് കെ a3 ഫസ്റ്റ് എലിമെൻ്റ് കൂടെ തേർഡ് റോയിലെ ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ കെ ടൈംസ് ആഡ് ചെയ്തു. സെക്കൻഡ് എലിമെൻറ്റ് b1 പ്ലസ് കെ b3, c1 പ്ലസ് കെ c3. സെക്കൻഡ് റോ a2 b2 c2, a3 b3 c3. ഈ രണ്ട് ഡിറ്റർമിൻ്റെയും വാല്യൂസ് സെയിം ആയിരിക്കും.
അതാണ് പറയുന്നത്. അത് നമുക്കറിയാം. കഴിഞ്ഞ പ്രോപ്പർട്ടി തന്നെ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കുക. കഴിഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇതിനെ നമുക്ക് A1 ഫസ്റ്റ് റോ 2 എലിമെൻറ്റ്സിൻ്റെ വിധം സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ഡിറ്റർമിനൻ്റ് A1 B1 C1 A2 B2 C2 A3 B3 C3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡെൽറ്റ പ്ലസ് രണ്ടാമത്തെ ഡിറ്റർമിനൻ്റ് KA3 KB3 KC3 A2 B2 C2 A3 B3 C3. ദെൻ ആ രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റിൽ ഫസ്റ്റ് റോയിൽ നിന്ന് K കോമൺ എടുക്കാം. നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി K കോമൺ ഉണ്ടെങ്കിൽ അത് കോമൺ എടുക്കാം. എങ്കിൽ സെക്കൻഡ് ഡിറ്റർമിനൻ്റ് എന്തായിട്ട് മാറും? K ഇൻറ്റു A3 B3 C3 A2 B2 C2 A3 B3 C3. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഡിറ്റർമിനൻ്റിലെ 2 റോസ് ഐഡൻറ്റിക്കലായി. എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് രണ്ടാമത്തെ ഡിറ്റർമിനൻ്റ് 0 ആവും. ഫസ്റ്റ് പാർട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡെൽറ്റ. ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് ദാറ്റ് ഈസ് ഈ ഡിറ്റർമിനൻ്റ് ഡെൽറ്റ ഡാഷ് ആണെങ്കിൽ ഡെൽറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോപ്പർട്ടി പറയുന്നത് ഏതെങ്കിലും ഒരു റോയുടെ കൂടെ മറ്റൊരു റോയുടെ കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിൾ ആഡ് ചെയ്താലും ഡിറ്റർമിനൻ്റ് വാല്യൂവിന് ചേഞ്ച് ഇല്ല. അതേപോലെ ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ കൂടെ മറ്റൊരു കോളം, അതായത് CI ചേഞ്ചസ് ടു CI പ്ലസ് KCJ. ith കോളത്തിനെ എങ്ങനെ മാറ്റണം? ith കോളം പ്ലസ് K ടൈംസ് jth കോളം. ഇങ്ങനെ ചേഞ്ച് ചെയ്താലും ഡിറ്റർമിനൻ്റ് വാല്യൂവിന് ചേഞ്ച് ഇല്ല. ഓക്കെ. അപ്പോൾ ഈ 6 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിരിക്കണം. ഡിറ്റർമിനൻ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് തന്നെ ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് ഡിറ്റർമിനൻ്റ് വാല്യൂ കാണാൻ പരീക്ഷയ്ക്ക് വരും. അതറിഞ്ഞിരിക്കണം. അതായത് വിത്തൗട്ട് യൂസിങ് എക്സ്പാൻഷൻ ഓർ യൂസിങ് ഓൺലി പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് ഫൈൻഡ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാം.